ജപ്പാൻ ചൈന വാക്കുതർക്കം രൂക്ഷം, മേഖലാ സുരക്ഷയിൽ ആശങ്ക ഉയർത്തി ജപ്പാൻ. വാർത്ത പ്രസാദ് തീയാടിക്കൽ. സിംഗപ്പൂർ 2026 മെയ് 31 സിംഗപ്പൂരിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ സമ്മേളനത്തിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ചൈനയുടെ അതിവേഗ സൈനിക വികസനത്തെയും വർദ്ധിച്ചുവരുന്ന സൈനിക പ്രവർത്തനങ്ങളെയും കുറിച്ച് കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. ചൈനയുടെ നടപടികൾ ഏഷ്യ പസഫിക് മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയാകാമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തായ്വാൻ കടലിടുക്ക്, കിഴക്കൻ ചൈനാ കടൽ, ദക്ഷിണ ചൈനാ കടൽ എന്നിവിടങ്ങളിലെ ചൈനയുടെ സൈനിക സാന്നിധ്യം വർദ്ധിച്ചുവരുന്നതായും ഇത് അയൽരാജ്യങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നതായും ജപ്പാൻ ചൂണ്ടിക്കാട്ടി. അതേസമയം ജപ്പാന്റെ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൈന പ്രതികരിച്ചു. തങ്ങളുടെ പ്രതിരോധ നടപടികൾ രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ളതാണെന്നും മറ്റ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ളതല്ലെന്നും ചൈനീസ് അധികൃതർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്കുതർക്കം രൂക്ഷമായതോടെ ഏഷ്യൻ മേഖലയിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ്. 2026 മെയ് 31 സിംഗപ്പൂരിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ സമ്മേളനത്തിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ചൈനയുടെ അതിവേഗ സൈനിക വികസനത്തെയും വർദ്ധിച്ചുവരുന്ന സൈനിക പ്രവർത്തനങ്ങളെയും കുറിച്ച് കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. ചൈനയുടെ നടപടികൾ ഏഷ്യ പസഫിക് മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയാകാമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തായ്വാൻ കടലിടുക്ക്, കിഴക്കൻ ചൈനാ കടൽ, ദക്ഷിണ ചൈനാ കടൽ എന്നിവിടങ്ങളിലെ ചൈനയുടെ സൈനിക സാന്നിധ്യം വർദ്ധിച്ചുവരുന്നതായും ഇത് അയൽരാജ്യങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നതായും ജപ്പാൻ ചൂണ്ടിക്കാട്ടി. അതേസമയം ജപ്പാന്റെ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൈന പ്രതികരിച്ചു. തങ്ങളുടെ പ്രതിരോധ നടപടികൾ രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ളതാണെന്നും മറ്റ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ളതല്ലെന്നും ചൈനീസ് അധികൃതർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്കുതർക്കം രൂക്ഷമായതോടെ ഏഷ്യൻ മേഖലയിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ്.